ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയ 50 പേരെയും നേരിൽ കാണാൻ പ്രത്യേക അന്വേഷണ സംഘം 4 സംഘങ്ങളായി തിരിഞ്ഞാവും മൊഴിയെടുപ്പ്. 10 ദിവസത്തിനകം മൊഴിയെടുപ്പ് പൂർത്തിയാക്കാനാണ് നീക്കം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണുകയും ഇത്തരത്തിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുവരരുത്, അല്ലെങ്കിൽ അവരെ മാനിക്കപ്പെടണം എന്നെല്ലാം ചൂണ്ടിക്കാട്ടി തന്നെയാണ് WCC മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചത്. ഇപ്പോൾ അവരെ പ്രത്യേക അന്വേഷണ സംഘം അവരെ കാണാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 4 സംഘങ്ങളായി തിരിഞ്ഞ് പ്രത്യേകം മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ മൊഴി നൽകിയിട്ടുള്ള 50 പേരെയും നേരിൽ കാണും. ഈ 50 പേരിൽ നിന്നും മൊഴി എടുക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ആരോപണങ്ങളിൽ അവർ മൊഴി നൽകാനും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കാനും തയ്യാറാണെങ്കിൽ കേസെടുത്ത് അന്വേഷണം തുടരുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതിയുടെയൊക്കെ രൂക്ഷമായ വിമർശനത്തിന് പിന്നാലെ സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ട് കൈമാറുമ്പോൾ തന്നെ അതിൽ ചില ആശങ്കകളും WCC വരെയുള്ള സംഘടനകളും സിനിമയിലെ വനിതാ പ്രവർത്തകരും ഒക്കെ മുന്നോട്ട് വെച്ചൊരു സാഹചര്യമുണ്ട്. കാരണം ഈ പോലീസ് അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർച്ചയായി ഈ നടിമാരുടെയൊക്കെ, പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിട്ടുള്ള നടിമാരുടെയൊക്കെ വീടുകളിലും അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ സ്ഥിരം ചെല്ലുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, തുടർച്ചയായിട്ടുള്ള മൊഴിയെടുപ്പുകളും മറ്റുമൊക്കെ ഉണ്ടായാൽ അത് അവരുടെ സ്വകാര്യതയെ ബാധിക്കും, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നവമാധ്യമങ്ങളടക്കം അവർക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും ഒക്കെ കാരണമാകുന്ന രീതിയിലേക്ക് വിഷയങ്ങൾ ചെന്നെത്തുമെന്നുള്ളൊരു ആശങ്ക അവർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അറിയിച്ചിരുന്നു. അത് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലും അതേ ആശങ്ക WCC അംഗമായ ബീന പോളിനെ പോലെയുള്ളവർ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഈ മൊഴി നൽകിയിട്ടുള്ള 50 പേരെയും നേരിട്ട് കാണാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നത്. ഈ സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും ഈ മൊഴിയെടുപ്പ് എന്നുള്ളത്. നേരത്തെ തന്നെ ഇത്തരം ഈ സംഘത്തിന് കീഴിൽ കൂടുതൽ വനിതാ പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വനിതാ IPS ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കാനും അതുവഴി മൊഴിയെടുപ്പ് നടത്താനുമുള്ളതായിരുന്നു ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആളുകളെ എടുത്ത് അത്തരം പ്രത്യേക ടീമുകളെ തന്നെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയൊരു കടമ്പയുള്ളത് ഇത്രയധികം ആളുകളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതും 1-2 പേരെ വിട്ടോ അല്ലെങ്കിൽ ചെറിയ സംഘങ്ങളെ ഉപയോഗിച്ച് നടത്താവുന്ന ഒരു മൊഴിയെടുപ്പ് അല്ല നിലവിലത്തെ സാഹചര്യത്തിലുള്ളത്. പ്രത്യേകിച്ച് അത് വിശദമായി വിശകലനം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഓരോ മൊഴിയുടെയും അവർ നൽകുന്ന മൊഴികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ആ മൊഴിയുടെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള വിപുലമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തെ കൂടുതൽ വിപുലീകരിക്കാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഉദ്യോഗസ്ഥരുടെ കീഴിൽ കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം, പ്രത്യേകിച്ച് SI റാങ്കിലും CI റാങ്കിലും ഒക്കെയുള്ള കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ അന്വേഷണം നടത്താൻ, വലിയ രീതിയിലുള്ള അന്വേഷണ സംഘം രൂപീകരിക്കാനൊക്കെയുള്ള ചർച്ചകളിലേക്കൊക്കെയാണ് അന്വേഷണ സംഘം കടക്കുന്നത്. എന്തായാലും ഏറ്റവും പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 50 പേരുടെയും മൊഴിയെടുക്കാൻ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കമ്മീഷന് മുൻപിൽ മൊഴി നൽകിയിട്ടുള്ള സിനിമയിലെ ഇത്തരം മോശം പ്രവണതകൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതിന് കാരണമായിട്ടുള്ള 50 സ്ത്രീകളുടെയും മൊഴികളെടുക്കാൻ 50 സ്ത്രീകൾ മാത്രമല്ല, അതിൽ പുരുഷന്മാരുമുണ്ട്. അവരുടെ എല്ലാ മൊഴിയെടുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. അതിൽ ആരൊക്കെ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു പരാതിയുടെ സ്വഭാവത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ആ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ നൽകുന്നു. ആ വെളിപ്പെടുത്തലുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ അനുസരിച്ച് എത്രത്തോളം ഗുരുതരമായ കുറ്റങ്ങളാണ് എന്നുള്ള കാര്യത്തിലൊക്കെയുള്ള പരിശോധനകളൊക്കെ നടത്തിയ ശേഷം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകും. ദേവിക. പ്രജിത്ത്, വ്യാജ പരാതികളും കൂടെ വ്യാപകമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം, അല്ലെങ്കിൽ ഈ ഒരു പരാതി സത്യസന്ധമാണോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരെ കെട്ടിച്ചമച്ച കേസാണോ എന്നുള്ള കാര്യങ്ങളും ഈ ഒരു വിഷയത്തിൽ ഈ അന്വേഷണ സംഘം കൂടുതൽ ദീർഘമായി തന്നെ അന്വേഷിക്കുന്ന സാഹചര്യമുണ്ടല്ലേ? ഈ പരാതികളിൽ ചില പരാതികളെങ്കിലും ചില അവ്യക്തതകളുണ്ട്, ദിവസങ്ങളുടെയൊക്കെ മാറ്റങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ചില പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്ന പരാതികളിൽ തന്നെ, ചില നടന്മാർക്കൊക്കെ എതിരുന്ന പരാതികളിൽ തന്നെ ചില അവ്യക്തതകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ പ്രത്യാരോപണങ്ങളും എല്ലാം നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഈ വിഷയം വലിയ രീതിയിലുള്ള വിവാദമായി മാറിയ സാഹചര്യത്തിൽ കോടതിയുടെ അടക്കം പരാമർശങ്ങൾ, കോടതിയുടെ അടക്കം നിർദ്ദേശം വന്നൊരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് കൃത്യമായി എല്ലാ പരാതികളും, അതായത് പരാതികൾ നൽകാൻ തയ്യാറാകുന്നവർക്ക് അതും അന്വേഷണ സംഘത്തിന് തെളിവുകളും കൈമാറാൻ
തയ്യാറാകുന്നവരുടെ പരാതികളിൽ കൃത്യമായ അന്വേഷണം നടത്തി മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പരാതികളിൽ മാത്രമല്ല, ഈ പരാതികൾക്കെതിരെ വന്നിട്ടുള്ള പ്രത്യാരോപണങ്ങളുണ്ട്. പ്രത്യേകിച്ച് പണം തട്ടാനുള്ള ശ്രമമാണെന്ന്, അല്ലെങ്കിൽ ചില ഗൂഢാലോചനകളുടെയൊക്കെ ഭാഗമാണെന്ന രീതിയിലുള്ള ആരോപണങ്ങളും കേസുകളും കൗണ്ടർ കേസുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കേസുകളും ആ പരാതികളിലും സംഘം പരിശോധന എന്തായാലും നടത്തുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചതാണ്. പ്രത്യേകിച്ച് ഇവർക്കെതിരെ ഉയരുന്ന പരാതികളിലും ഈ ആരോപണം ഉയർത്തിയ ആളുകൾ, അല്ലെങ്കിൽ വനിതാ പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ തന്നെ, അതിൽ ചിലരുടെ ആരോപണങ്ങളിലെങ്കിലും മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്ന രീതിയിലുള്ള പരിശോധനയും അന്വേഷണ സംഘം നടത്തും. അപ്പോൾ ഇതെല്ലാം ഒരു സമഗ്രമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് നേരത്തെ തന്നെ സർക്കാരും ഒപ്പം തന്നെ പോലീസും എല്ലാം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയങ്ങളിലും പരിശോധന നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിൽ തന്നെ ഈ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ എതിർ പരാതികൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അത്തരം പരിശോധനകളിലേക്ക് പോവുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കോടതിയുടെ കൂടുതൽ ഇടപെടൽ വന്നൊരു സാഹചര്യത്തിൽ കൂടുതൽ സമഗ്രമായ വ്യക്തമായ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ശരി, തത്സമയ വിവരങ്ങളുമായി ചേരുകയായിരുന്നു പ്രജിത് മോഹൻ.